കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ MK റാമിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. തലശ്ശേരി കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘമാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. നിതിനെതിരെ ജാതി അധിക്ഷേപം നടത്തി എന്നുള്ള വാദമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതാണ് ഈ ആത്മഹത്യ കാരണമെന്നാണ് പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നാണ് റാമിന്റെ അഭിഭാഷകൻ പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. KV ബൈജു ചേരുന്നു. ബൈജു, അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ പ്രധാനമായിരുന്നു. കോടതി പോലും ഈ വിഷയത്തിൽ നടത്തിയ പരാമർശങ്ങൾ ഗൗരവതരമായിരുന്നു. കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും സർക്കാരിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും കോടതി പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനുശേഷമാണ് അന്വേഷണ സംഘമൊക്കെ മാറുകയും പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാവുകയും കസ്റ്റഡിയിലേക്കോ കാര്യങ്ങൾ പോവുകയും മറ്റും ചെയ്യുന്നത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം, പ്രത്യേക സംഘം സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. ഇനിയൊരു വിട്ടുവീഴ്ച, ഇനിയൊരു ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്നോട്ട് പോക്ക് ഉണ്ടാവാൻ പാടില്ല. ശക്തമായ തെളിവുകൾ വേണം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടായിട്ടുണ്ടോ ഇതിനകം? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയത് ഇന്ന് തീരുമാനമുണ്ടാകും. ഇതിൽ പ്രധാനമായും ഈ ആദ്യ സംഘമാണ് ഡോക്ടർ റാമിനെ വിശദമായി ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യൽ റാം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നിതിൻ രാജിന്റെ മരണവുമായി തനിക്ക് ബന്ധമില്ല, താൻ ഏതെങ്കിലും തരത്തിൽ ജാതീയമായ അധിക്ഷേപം നടത്തിയിട്ടില്ല, മാത്രമല്ല താനൊരു കർക്കശക്കാരനായ അധ്യാപകനായിരുന്നു, അതിനുള്ള വിരോധമാണ് തനിക്കെതിരെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിതിൻ രാജ് ജീവനൊടുക്കാൻ കാരണം. ഇത്തരം മൊഴികളാണ് ആദ്യ സംഘത്തിന്മേൽ നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാം സംഘം, അതായത് പുതിയതായി വന്ന മലപ്പുറം ക്രൈംബ്രാഞ്ച് IG ഹേമേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇവരാണ് റാമിനെ കൂടുതൽ ചോദ്യം ചെയ്യുക. ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, തുടക്കത്തിൽ കുടകിൽ നിന്ന് പിടികൂടിയപ്പോൾ വലിയ വീഴ്ച അന്വേഷണ സംഘത്തിനുണ്ടായി, കോടതിയിൽ നിന്നും വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ വിമർശനങ്ങൾ നേരിട്ടൊരു കേസിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പാളിച്ച വന്നാൽ അത് ആഭ്യന്തര വകുപ്പിനെ തന്നെ വലിയ നാണക്കേടുണ്ടാകും. ഹൈക്കോടതി രൂക്ഷമായ വിമർശനം അന്വേഷണ സംഘത്തിന് ഉയർത്തിയ സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു കസ്റ്റഡി അപേക്ഷ നൽകി വീണ്ടും ഒരു വിശദമായ ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറെടുക്കുന്നത്. ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചാൽ 5 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ആ വിശദമായ മൊഴി ഇതിൽ രേഖപ്പെടുത്തും. ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത്, അതായത് നിതിൻ രാജ് ജീവനൊടുക്കുന്ന ഏറ്റവും അവസാനം പ്രിൻസിപ്പളിന്റെ മുറിയുടെ പുറത്ത് ഈ ഡോക്ടർ റാം ഉണ്ടായിരുന്നു. പക്ഷെ താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇദ്ദേഹം നേരത്തെ നൽകിയിരുന്ന മൊഴി. പക്ഷെ CCTV ക്യാമറകൾ ഉൾപ്പെടെ നിതിൻ രാജ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി. പിന്നീട് 10 മിനിറ്റിനകമാണ് ജീവനൊടുക്കുന്നത്. ആ സമയങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഒരു മുൻ അധ്യാപക നിതിൻ രാജിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതി ഡോക്ടർ റാമിന്റെ സമ്മർദ്ദം കാരണമാണ് നൽകിയെന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ഇതിലും ഒരു വ്യക്തത ക്രൈംബ്രാഞ്ച് സംഘത്തിന് വരുത്താനുണ്ട്. അങ്ങനെ ഈ കേസിൽ ഡോക്ടർ റാമിനെ നിർണായകമായ ചോദ്യം ചെയ്യൽ നടത്താനുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും 5 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇനി എത്ര ദിവസം റാമിനെ കോടതി ഇത്തരത്തിൽ കസ്റ്റഡിയിൽ നൽകുമെന്ന കാര്യത്തിൽ നമുക്ക് ഇനി ഇപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും കോടതി 5 ദിവസത്തേക്ക് നൽകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഇതിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ നിതിൻ രാജിന്റെ മരണത്തിൽ റാമിന് കുരുക്ക് മുറുകുകയാണ്. കോടതിയുടെ ഇടപെടലിന് ശേഷം, കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ എടുത്തെടുത്തതിന് ശേഷമെങ്കിലും ഗൗരവതരമായ അന്വേഷണം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. റാമിനെ കുടുക്കാൻ വേണ്ട തെളിവുകൾ അത് കൃത്യമായി ശേഖരിക്കുക എന്ന വലിയ വെല്ലുവിളി SITക്ക് മുന്നിലുണ്ട്. അതിനുള്ള ശ്രമത്തിലുമാണ് ഉദ്യോഗസ്ഥർ എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.